ശിശുദിനത്തിൻ്റെ ആരംഭം. ആരോമലായി വളർത്തേണ്ട സ്വന്തം പുത്രിയെ വേണ്ടത്ര താലോലിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ ഒരു ഹതഭാഗ്യനായിരുന്നു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. മകളുടെ ബാല്യകാലത്ത് സ്നേഹസമ്പന്നനായ ആ പിതാവ് മിക്കവാറും ജയിലിൽ തന്നെയായിരുന്നു. ഈ കുറവ് നികത്തേണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയാകട്ടെ രോഗബാധിതയായി കിടപ്പിലുമായിരുന്നു. എന്നിട്ട് പോലും ലോകമെമ്പാടുമുള്ള കുഞ്ഞുങ്ങളെ ജീവനു തുല്യം സ്നേഹിക്കാൻ അദ്ദേഹം മറന്നില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ താൽപ്പര്യപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു മഹാന്റെ പിറന്നാൾ ദിനം ഭാരതത്തിലെ കുഞ്ഞുങ്ങൾ അറിയാതെ കടന്നുപോകുന്നത് വളരെ ഖേദകരമാണെന്ന് ഗാന്ധിജിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ഓരോ നവംബർ 14 എത്തുമ്പോഴും അദ്ദേഹം ഇതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. അന്നാണല്ലോ ചാച്ചാജിയുടെ പിറന്നാൾ. 1946 നവംബർ 14 ഗാന്ധിജി ഡൽഹിയിലെ ഒരു തോട്ടി കോളനിയിലായിരുന്നു. മനുഷ്യരുടെ മലവും മൂത്രവും പാത്രത്തിൽ ചുമന്ന് ദൂരെ കൊണ്ടുപോയി കളയുന്ന പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു തോട്ടികൾ. അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും അവരെ സാന്ത്വനിപ്പിക്കാനും ഗാന്ധിജി ഇടയ്ക്കിടെ ആ കോളനിയിൽ പോകാറുണ്ടായിരുന്നു. തൻ്റെ പിറന്നാളിന് ഗാന്ധിജിയുടെ അനുഗ്രഹം വാങ്ങാനായി ചാച്ചാ നെഹ്റു അന്നത്തെ ദിവസം അദ്ദേഹത്തെ കാണാൻ ആ തോട്ടി കോളനിയിലേക്ക് ചെന്നു. അന്ന് ഗാന്ധിജിയോടൊപ്പം കോളനിയിൽ മറ്റൊരു വിശിഷ്ടാതിഥി കൂടി ഉണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ വാനമ്പാടിയായ സരോജിനി നായിഡുവായിരുന്നു അത്. പിറന്നാൾ ദിവസമായതുകൊണ്ട് ചാച്ചാജി അന്നൊരു പുത്തൻ കോട്ടും ഷെർവാണിയുമൊക്കെ ധരിച്ച് മിടുമിടുക്കനായാണ് കോളനിയിൽ എത്തിയത്. ചാച്ചാജി വന്നതറിഞ്ഞ് കോളനിയിലെ തോട്ടികളുടെ മക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റും വന്ന് പൊതിഞ്ഞു. നമസ്തേ ചാച്ചാജി, നമസ്തേ. കുട്ടികൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അദ്ദേഹം അവരെ നെഞ്ചോട് ചേർത്ത് താലോലിച്ചു. കുട്ടികളോട് ചാച്ചാജിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന സരോജിനി നായിഡു ഈ സന്ദർഭത്തിൽ ഗാന്ധിജിയോട് ചോദിച്ചു, ബാപ്പുജി, നെഹ്റു ഈ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും അങ്ങു കാണുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമുക്ക് ശിശുദിനമായി ആഘോഷിച്ചാലോ? കൊള്ളാം. വാനമ്പാടിയുടെ ഈ അഭിപ്രായം എന്തുകൊണ്ടും വിലപ്പെട്ടതു തന്നെ. ഇനി അതിനൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇന്നത്തെ ദിവസം ഇവിടെ വെച്ച് തന്നെ നമുക്കതിന് തുടക്കം കുറിക്കാം. എന്താ? ഗാന്ധിജി താൽപ്പര്യപൂർവ്വം സരോജിനി നായിഡുവിനെ നോക്കി. എങ്കിൽ നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം, സരോജിനി നിർബന്ധിച്ചു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നവർ ഒരു ചെറു പരിപാടി തയ്യാറാക്കി. ഗാന്ധിജി ഒരു ചെറിയ പിറന്നാൾ ആശംസ അർപ്പിച്ചു. സരോജിനി നായിഡു അനുമോദന ഗാനം പാടി. അപ്പോഴേക്കും ആരൊക്കെയോ കുറച്ച് മധുര പലഹാരങ്ങളുമായി ഓടിയെത്തി. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ ജയ് ജയ് ചാച്ചാ നെഹ്റു, ജയ് ജയ് ശിശുദിനം എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. ചാച്ചാജി കൂപ്പുകരങ്ങളോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇങ്ങനെയായിരുന്നു നാം ഇന്ന് ഭാരതത്തിലെങ്ങും കെങ്കേമമായി കൊണ്ടാടുന്ന ശിശുദിനാഘോഷത്തിൻ്റെ പിറവി.